ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജാവയിലെ ഒരു പ്രോഗ്രാം എഴുതി അതെങ്ങനെ കമ്പൈൽ ചെയ്യാം, അതുപോലെ തന്നെ അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം എന്നൊക്കെയാണ്. നമ്മളിവിടെ ഐ ഡി ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതായത് ഐ ഡിയെ കുറിച്ച് നമ്മൾ വേറൊരു അടുത്ത ഒരു വീഡിയോയിൽ പറയുന്നതാണ്. നമ്മൾ സാധാരണ ഒരു ടെക്സ്റ്റ് എഡിറ്റർ യൂസ് ചെയ്തിട്ട് ഒരു ജാവ പ്രോഗ്രാം എങ്ങനെ എഴുതി അത് കമ്പൈൽ ചെയ്ത് അത് റൺ ചെയ്യുന്നതാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ പ്രോഗ്രാം എഴുതാനായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്യുക. ഒന്നെങ്കിൽ നോട്ട്പാഡ് ടെക്സ്റ്റ് എഡിറ്റർ അല്ലെങ്കിൽ നോട്ട്പാഡ് പ്ലസ് പ്ലസ് അങ്ങനെ എന്തെങ്കിലും. എന്നിട്ട് നമ്മുടെ ഒരു ചെറിയ ജാവ പ്രോഗ്രാമാണ്. ഇതൊരു ഹലോ വേൾഡ് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പേരുള്ള ഒരു പ്രോഗ്രാം. ഒരു സ്ട്രിങ്ങിനെ പ്രിന്റ് ചെയ്യും, ഒരു വാചകത്തെ പ്രിന്റ് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ആദ്യം സേവ് ചെയ്യണം. സേവ് ചെയ്യാനായിട്ട് ആ പ്രോഗ്രാമിൽ ഏത് നെയിമിലാണോ അത് കൊടുത്തിരുന്നത് ആ നെയിമിൽ തന്നെ നമ്മൾ ഈ ഫയലും സേവ് ചെയ്യണം. എക്സ്റ്റൻഷൻ .java എന്ന് കൊടുക്കണം. ഇതൊരു ജാവ പ്രോഗ്രാം ആയതുകൊണ്ട് ജാവ പ്രോഗ്രാമിൻ്റെ എക്സ്റ്റൻഷൻ .java എന്നാണ്. അപ്പോൾ ഇത് പ്രോഗ്രാം സേവ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പോയാൽ അറിയാം ആ ലൊക്കേഷനിൽ അത് സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എൻ്റെ അത് വെച്ചാൽ ഈ പ്രോഗ്രാമിന് കമ്പൈൽ ചെയ്യണം. കമ്പൈലർ ജാവ കമ്പൈലർ യൂസ് ചെയ്ത് കമ്പൈൽ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഒന്നെങ്കിൽ നമ്മുടെ ഈ അഡ്രസ് ബാറിൽ CMD എന്ന് ടൈപ്പ് ചെയ്യുക, അതായത് ആ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആകാൻ വേണ്ടി. ഇപ്പോൾ ഇത് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാം ഓപ്പൺ കമാൻഡ് വിൻഡോ ഹിയർ എന്നും പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അത് ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ ഇങ്ങനെ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആവും. എന്നിട്ട് നമ്മളിത് കമ്പൈൽ ചെയ്യാനായിട്ടുള്ള കോഡ് ടൈപ്പ് ചെയ്യുക. കമാൻഡ് ജാവാസി എന്ന് പറഞ്ഞാൽ ജാവ കമ്പൈലർ സ്പേസ് പ്രോഗ്രാം നെയിം. പ്രോഗ്രാമിൻ്റെ നെയിം എന്നതാ ഹലോ വേൾഡ് .java, അതിൻ്റെ എക്സ്റ്റൻഷൻ അല്ലേ. സോ ഇതാണ് കമാൻഡ്. എന്നിട്ട് എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇത് അടുത്ത ലൈൻ വന്നിട്ടുണ്ട്. അടുത്ത ലൈൻ വന്നാൽ അതിൻ്റെ അർത്ഥം വേറെ എറർ ഒന്നും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് നമുക്കറിയാം ഇവിടെ ഒരു ക്ലാസ് ഫയൽ ജനറേറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ എക്സ്റ്റൻഷൻ .class എന്നാണ്. ഇതേ ക്ലാസ് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അത് ഓപ്പൺ ചെയ്താൽ അറിയാം ഇത് നമുക്ക് ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ളതല്ല, ഇത് ബൈറ്റ് കോഡാണ്, നമ്മുടെ സിസ്റ്റത്തിന് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ളതാണ്. ക്ലാസ് ഫയൽ അപ്പോൾ ജനറേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റൺ ചെയ്യണം. റൺ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ് ഫയലിനെ ആണ് ഇത് റൺ ചെയ്യുന്നത്. അപ്പോൾ റൺ ചെയ്യാനായിട്ടുള്ള കമാൻഡാണ് ജാവ സ്പേസ് പ്രോഗ്രാം നെയിം. പ്രോഗ്രാം നെയിം എന്താ ക്ലാസ് ഫയലിൻ്റെ, അതും ഹലോ വേൾഡ് എന്ന് തന്നെയാണ് അല്ലേ. കേസൊക്കെ കറക്റ്റ് ആയിരിക്കണം. അപ്പർ കേസ് ലോവർ കേസ് എല്ലാം പ്രോഗ്രാമിൻ്റെ അത് എവിടെ കമ്പൈൽ ചെയ്തിരിക്കുന്ന അതേ നെയിം തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഹലോ വേൾഡ്. ഇതിന് എക്സ്റ്റൻഷൻ കൊടുക്കണ്ട, .java എന്ന് കൊടുക്കണ്ട, കാരണം നമ്മൾ ക്ലാസ് ഫയലിനെയാണ് കമ്പൈൽ ചെയ്തത്. നമ്മുടെ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. ദിസ് വിൽ ബി പ്രിന്റഡ് എന്ന് ആ പ്രോഗ്രാമിൽ കൊടുത്തത് അതുപോലെ പ്രിന്റ് ആയിട്ടുണ്ട്. സോ നമ്മുടെ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വേറൊരു കാര്യം നമ്മൾ മറക്കാതെ ചെയ്യേണ്ടത്, നമ്മൾ ഈ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടായിരുന്നു, നമ്മൾ ജാവ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് ജാവ ഹോം പാത്ത് ക്ലാസ് പാത്ത് ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ നമ്മുടെ ഈ ക്ലാസ് പാത്ത് സെറ്റ് ചെയ്യുമ്പോൾ, ക്ലാസ് പാത്ത് എന്ന് പറഞ്ഞാൽ ക്ലാസ് ഫയലൊക്കെ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇത് നമ്മൾ ക്ലാസ് പാത്തിൽ എഡിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ലാസ്റ്റ് ഒരു ഡോട്ട് വെച്ചിട്ടുണ്ട് അല്ലേ. ഈ ലിബ് കഴിഞ്ഞിട്ട് ഒരു സെമിക്കോളനും ഒരു ഡോട്ടും വെച്ചിട്ടുണ്ട്. ഈ ഡോട്ട് എന്ന് പറഞ്ഞാൽ അത് റൂട്ട് ഡയറക്ടറി അല്ലെങ്കിൽ കറണ്ട് ഡയറക്ടറി തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ജാവ പ്രോഗ്രാം എവിടെയാണോ ഏത് ഫോൾഡറാണോ എഴുതുന്നത് അവിടെ തന്നെയാണ് നമ്മുടെ ഇവിടെ ക്ലാസ് ഫയലും ജനറേറ്റ് ആയിട്ടുള്ളത് അല്ലേ. സോ ജാവ പ്രോഗ്രാം റൺ ചെയ്യാൻ നേരത്ത് ക്ലാസ് ഫയൽ എവിടെയാണെന്ന് നമ്മുടെ സിസ്റ്റം ചെക്ക് ചെയ്യും, ജാവ വെർച്വൽ മെഷീൻ ചെക്ക് ചെയ്യും. അപ്പോൾ ക്ലാസ് ഫയൽ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി ഡോട്ട് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കറണ്ട് ഡയറക്ടറിയും ചെക്ക് ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഡോട്ട് എന്ന് കൊടുക്കുന്നത്. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മറക്കാതെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത് അപ്ലോഡ് ചെയ്യുന്ന ട്യൂട്ടോറിയലെല്ലാം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി അത് സഹായിക്കും.